ഇന്ത്യൻ ചലച്ചിത്ര മേഖലയിലെ ഏറ്റവും ഉയർന്ന പുരസ്കാരമാണ് ദാദാസാഹേബ് ഫാൽക്കെ അവാർഡ്. ദേശീയ ചലച്ചിത്ര പുരസ്കാര വേദിയിലാണ് ഭാരത സർക്കാർ ഈ അവാർഡ് നൽകുന്നത്. സിനിമയുടെ വികസനത്തിനും വളർച്ചയ്ക്കും വേണ്ടി അതുല്യമായ സംഭാവനകൾ നൽകിയ കലാകാരന്മാർക്കാണ് ഈ ബഹുമതി നൽകുന്നത്. ഒരു സ്വർണ്ണ കമലവും ഒരു ഷാളും 10 ലക്ഷം രൂപ ക്യാഷ് പ്രൈസും ഉൾപ്പെടുന്നതാണ് ഈ അവാർഡ്. സിനിമയുടെ പിതാവ്, ഫാദർ ഓഫ് ഇന്ത്യൻ സിനിമ എന്നറിയപ്പെടുന്ന ദാദാസാഹേബ് ഫാൽക്കെയുടെ സ്മരണാർത്ഥമാണ് ഈ പുരസ്കാരം. സിനിമാ നിർമ്മാണം, അഭിനയം, സംവിധാനം, സംഗീതം, തിരക്കഥ, സിനിമാറ്റോഗ്രാഫി തുടങ്ങിയ മേഖലകളിലെ ജീവിതകാല സംഭാവനകൾ ഈ പുരസ്കാരത്തിനായി പരിഗണിക്കപ്പെടുന്നു. 1969 ഭാരത സർക്കാർ ആദ്യത്തെ ഫാൽക്കെ പുരസ്കാരം പ്രഖ്യാപിച്ചത്. ആദ്യത്തെ ഫാൽക്കെ പുരസ്കാരം ഒരു വനിതയ്ക്കായിരുന്നു. 1969 ദേവിക റാണിക്കാണ് ഈ പുരസ്കാരം ലഭിച്ചത്. അവരെ ഫസ്റ്റ് ലേഡി ഓഫ് ഇന്ത്യൻ സിനിമ എന്നും വിളിക്കാറുണ്ട്. 1970 നവംബർ 21 നടന്ന 17ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാര ചടങ്ങിൽ വെച്ച് ഈ അവാർഡ് സമ്മാനിച്ചു. ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്ട്രിയാണ് ഈ പുരസ്കാരം നൽകുന്നത്. സിനിമാ രംഗത്തെ പ്രശസ്ത വ്യക്തികൾ, മുൻ അവാർഡ് ജേതാക്കൾ, വിദഗ്ധർ തുടങ്ങിയവർ അടങ്ങിയ ഒരു ജൂറിയാണ് പുരസ്കാര ജേതാവിനെ തെരഞ്ഞെടുക്കുന്നത്. വ്യക്തിയുടെ ജീവിതകാല സംഭാവന, സിനിമയ്ക്ക് നൽകിയ പുതുമകളും പ്രാധാന്യവും വിലയിരുത്തും. ദാദാസാഹേബ് ഫാൽക്കെയെ ഒന്ന് പരിചയപ്പെടാം. ദുന്തിരാജ് ഗോവിന്ദ് ഫാൽക്കെ എന്നാണ് പൂർണ്ണനാമം. ജനനം 1870 ഏപ്രിൽ 30 മഹാരാഷ്ട്രയിലെ നാസിക്കിലെ ത്രംബകേശ്വറിലായിരുന്നു. മരണം 1944 ഫെബ്രുവരി 16. ബാല്യത്തിൽ തന്നെ കല, ചിത്രരചന, ശില്പകല എന്നിവയിൽ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു. ബറോഡയിലെ JJ സ്കൂൾ ഓഫ് ആർട്സിൽ കലാപഠനം പൂർത്തിയാക്കി. യൂറോപ്പിൽ പോയി സിനിമാറ്റോഗ്രാഫി, പ്രിന്റിംഗ് ടെക്നോളജി, സ്പെഷ്യൽ എഫക്ട്സ് തുടങ്ങിയവ പഠിച്ചു. ഫ്രാൻസ്, ജർമ്മനി എന്നിവിടങ്ങളിൽ നിന്ന് മോഷൻ പിക്ചർ ടെക്നോളജിയെക്കുറിച്ച് അറിവ് നേടി. 1913 ഇന്ത്യയിലെ ആദ്യത്തെ മുഴുനീള ഫീച്ചർ ഫിലിം രാജ ഹരിശ്ചന്ദ്ര സംവിധാനം ചെയ്തു. 40 മിനിറ്റ് ദൈർഘ്യമുള്ള നിശബ്ദ ചലച്ചിത്രമാണ് രാജ ഹരിശ്ചന്ദ്ര. 1913 മെയ് 3 മുംബൈയിലുള്ള കൊറോണേഷൻ തിയേറ്ററിലാണ് സിനിമ റിലീസ് ചെയ്തത്. സിനിമയിൽ സ്ത്രീവേഷങ്ങൾ ചെയ്തതും പുരുഷന്മാരാണ്. സിനിമ പുറത്തിറങ്ങിയപ്പോൾ വലിയ വിജയം നേടി. ആളുകൾക്ക് സിനിമാ രംഗത്തേക്ക് പ്രവേശിക്കാൻ കൂടുതൽ ആത്മവിശ്വാസം ലഭിച്ചു. ഇതോടെ ഇന്ത്യൻ ചലച്ചിത്ര വ്യവസായം ആരംഭിച്ചുവെന്ന് ചരിത്രം പറയുന്നു. പിന്നീട് 370-ലധികം സിനിമകൾ അദ്ദേഹം നിർമ്മിച്ചു. ഇന്ത്യൻ സിനിമയുടെ പിതാവ് എന്ന് അദ്ദേഹം അറിയപ്പെട്ടു. 1969 മുതൽ ഇതുവരെ 55 പേർക്ക് ഈ അവാർഡ് നൽകി. അവസാനമായി ഈ അവാർഡ് നൽകിയത് മലയാളത്തിലെ അതുല്യ നടൻ മോഹൻലാലിനാണ്. 1971 മൂന്നാമത് പുരസ്കാരം പൃഥ്വിരാജ് കപൂറിനും 2017 49ാമത് പുരസ്കാരം വിനോദ് ഖന്നയ്ക്കും മരണാനന്തര ബഹുമതിയായാണ് നൽകിയത്. ഈ പുരസ്കാരം പല സഹോദരങ്ങൾക്കും ലഭിച്ചിട്ടുണ്ട്. BN റെഡ്ഡിക്ക് 1974 അദ്ദേഹത്തിന്റെ സഹോദരൻ B നാഗി റെഡ്ഡിക്ക് 1986 ഈ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. രാജ് കപൂർ, ശശി കപൂർ. രാജ് കപൂറിന് 1987 ശശി കപൂറിന് 2014 ഈ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ലതാ മങ്കേഷ്കർ 1989 ഈ പുരസ്കാരം വാങ്ങിയപ്പോൾ ആശാ ഭോസ്ലെ 2000 ഈ പുരസ്കാരത്തിന് അർഹയായി. BR ചോപ്ര 1998, യാഷ് ചോപ്ര 2001.
55ാമത് ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാര ജേതാവ് മോഹൻലാൽ. 4 പതിറ്റാണ്ടുകളായി മലയാള ചലച്ചിത്ര രംഗത്ത് സജീവമായി അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന നടനാണ് മോഹൻലാൽ. ജനനം 1960 മെയ് 21. 2 തവണ മികച്ച നടനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചതടക്കം ആകെ 5 തവണ ദേശീയ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. സ്വാഭാവിക നടന ശൈലിക്ക് പ്രശസ്തനായ മോഹൻലാൽ മലയാളത്തിനു പുറമെ തമിഴ്, ഹിന്ദി, തെലുങ്കു, കന്നഡ തുടങ്ങിയ ഭാഷാ ചിത്രങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട്. ചില ചിത്രങ്ങളിൽ പിന്നണി ഗാനം പാടിയിട്ടുണ്ട്. ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിയ സംഭാവനകൾ കണക്കിലെടുത്ത് 2001 പത്മശ്രീയും 2019 പത്മഭൂഷണും നൽകി രാജ്യം ഇദ്ദേഹത്തെ ആദരിച്ചു. 2009 ഇന്ത്യൻ ടെറിട്ടോറിയൽ ആർമിയിൽ ലഫ്റ്റനന്റ് കേണൽ പദവി നൽകിയിരുന്നു. സംസ്കൃത നാടകത്തിനും ചലച്ചിത്ര മേഖലയ്ക്കും നൽകിയ സംഭാവനകളെ കണക്കാക്കി കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല ഇദ്ദേഹത്തിന് ഡോക്ടറേറ്റ് നൽകി ആദരിച്ചു. ഇന്ത്യൻ ചലച്ചിത്ര മേഖലയ്ക്ക് നൽകിയ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് 2023 55ാമത് ദാദാസാഹേബ് പുരസ്കാരം അദ്ദേഹത്തിന് പ്രഖ്യാപിച്ചു. 2025 സെപ്റ്റംബർ 23 നടക്കുന്ന 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാര ചടങ്ങിൽ വെച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമു മോഹൻലാലിന് 55ാമത്തെ ഫാൽക്കെ പുരസ്കാരം സമ്മാനിച്ചു. ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാര ജേതാക്കൾ ഇതുവരെ: കൂടുതൽ മികച്ച വീഡിയോ